ഹലോ ഗൈസ്, ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 35 സെൻറ്റ് പ്ലോട്ടാണ് ഈ കാണുന്നത്. 8 ഫുട്ട് നിർത്താത്തായിട്ട് റോഡ് വരുന്നുണ്ട്. കോഴിക്കോട് നന്മണ്ട 13 നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ഷെഡ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ തട്ടം വരെയാണ് അതിർത്തി വരുന്നത്. ഇവിടെ ഈ കാണുന്ന ആ തട്ടത്തിലാണ് അതിർത്തി വരുന്നത്. മൊത്തം 35 സെൻറ്റ് സ്ഥലമാണ്. നല്ല നിരന്ന് കിടക്കുന്ന പറമ്പാണ് ഇവിടെ. ഇതിൻ്റെ സൈഡ് ഭാഗം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ തെങ്ങൊക്കെ ഉണ്ട് ഇവിടെ. തെങ്ങൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ ഉണ്ട് കേട്ടോ. ഒരു പ്ലാവ് അവിടെ കാണുന്നുണ്ട്. സ്ഥലത്തിൻ്റെ വലത് ഭാഗത്ത് ഇവിടെ നമുക്ക് കെട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ചുവന്ന മണ്ണാണ്. ഇതാ കൃഷി ചെയ്തിട്ട് പൂള കൃഷിയൊക്കെ ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ വാഴ കൃഷിയൊക്കെ കാണാൻ പറ്റില്ല. വാഴക്കൊലകളൊക്കെ കണ്ടില്ലേ. ഇത് ഈ സ്ഥലത്ത് ഇതിൻ്റെ ഏത് 3 തൊടി ഉണ്ട്. 3 തൊടി ആ തൊടീൻ്റെ അടുത്തുണ്ടല്ലേ. മൂപ്പരിപ്പം നിൽക്കുന്ന ആ തൊടി ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഒരു തൊടി വിടും അല്ലേ. ഈ അത് തന്നെ അതിർത്തി വരുന്നത് അല്ലേ. അങ്ങനെ നേരെ താഴത്തേക്ക് അതിർത്തി ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ വീണ്ടും വെക്കാൻ എത്തിയില്ലേ. നല്ല നിറഞ്ഞു കിടക്കുന്ന അടിപൊളി പറമ്പാട്ടോ. ഒരു കുറ്റം പറയാൻ പറ്റാത്ത നല്ല അടിപൊളി പറമ്പാണ്. വാങ്ങിയിടാൻ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. അല്ലേ, നല്ല അലുവ കഷ്ണം മുറിച്ച് വെച്ചുള്ള 3 കഷ്ണമാണുള്ളത്. 35 സെൻറ്റ് സ്ഥലം. നല്ല തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി തേങ്ങയാണ്. ഇതായി കാണുന്ന പ്ലാവാണ്. നല്ല ചെറിയ തൈത്തങ്ങളാണ്. നല്ല രീതിയിൽ തേങ്ങ ഉണ്ട്. കോഴിക്കോട് നന്മണ്ട 13 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് നിൽക്കുന്നത്. 8 ഫുട്ട് നിസ്സാസായിട്ട് റോഡ് വരുന്നുണ്ട്. ഈ കാണുന്ന ഒരു പ്ലാവ് അവിടെ ഉണ്ട്. ഒരു മാവ് വരുന്നുണ്ട്. 2 മാവ് ഈ സ്ഥലത്ത് പെടുന്നുണ്ട്. അടിപൊളി പറമ്പാണ് അല്ലേ. 3 തൊടി മൊത്തം 35 സെൻറ്റ് സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ വിലയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്ലോട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫുട്ബോൾ ഗ്രൗണ്ട് കളിക്കാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിലുള്ള നിരന്ന് കിടക്കുന്ന അടിപൊളി പറമ്പുകളാണ്. ഈ സ്ഥലത്ത് നമ്മൾ ചോദിക്കുന്ന വില വെറും 95,000 രൂപയാണ് ചോദിക്കുന്നത്. 95,000 രൂപയാണ് വെറും സെൻറ്റിന് ചോദിക്കുന്നത്. അതും പ്രൈസ് നെഗോഷ്യബിളാണ്. താല്പര്യമുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം വില കുറച്ച് വാങ്ങിത്തരും. അതായത് നല്ലൊരു പറമ്പ് വാങ്ങിയിടാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കണ്ടില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെയുള്ള പ്ലോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മളെ പ്ലോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല നിരന്ന് കിടക്കുന്ന നല്ല അടിപൊളി പറമ്പാണ്. 3 തട്ടായിട്ടാണ് പറമ്പ് കിടക്കുന്നത്. കണ്ടോ, അതിർത്തിയൊക്കെ കറക്റ്റ് കെട്ടിക്കുന്നത്. തല്ലിനും പിടിക്കൊന്നും പോകണ്ട. നല്ല രീതിയിൽ കറക്റ്റായിട്ട് അതിർത്തികളൊക്കെ എല്ലാ ഭാഗത്തും ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം നമുക്ക് അതിർത്തി, അവിടെയും അതിർത്തി കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ കറക്റ്റ് നമ്മൾ കുറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പറമ്പാണ്. എ ക്ലാസ് പറമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 3 തൊടി. ഇതിട്ടാൽ നല്ല ഫുട്ബോൾ ഗ്രൗണ്ട് എല്ലാം 3 തൊടി. ആ കാണുന്ന ഗോഡൗണ് അവിടെയാണ് 8 ഫുട്ട് നിസ്സാസായിട്ട് റോഡ് വരുന്നത്. തെങ്ങെന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ ലഭിക്കുന്ന തെങ്ങാണ്. വെളിച്ചം ലേശം കുറവാണ്. അപ്പോൾ ഈ സ്ഥലത്തിന് ഞാൻ പറഞ്ഞില്ല വെറും 95,000 രൂപ ചോദിക്കുന്നുള്ളൂ. അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വില കുറച്ച് തരാം. മാക്സിമം വില കുറച്ച് തരാൻ തീരെ ഒന്നുമില്ലാത്ത വില ഒന്നും ആരും പറയരുത്. 95 രൂപ ഓൾറെഡി വില കുറച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിൽ നമ്മൾ അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ വില കുറച്ചിട്ട് മോശമില്ലാത്തൊരു വിലക്ക് വാങ്ങിത്തരാം. വാങ്ങിയിടാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടോളൂ. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഈ സ്ഥലമൊക്കെ പെട്ടെന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ഥലം വേണ്ടവർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് പറമ്പൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ, വാടക കൊടുക്കാനുണ്ടെങ്കിൽ, പണയത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിനെ വിളിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് വേണം. കമൻ്റായിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.